ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ഹെൽത്ത് ടിപ്സും കൊണ്ട് തന്നെയാണ് കേട്ടോ. നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല നാടനായിട്ടുള്ളൊരു മരുന്നിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേക്കിൻ്റെ തളിരിലയുണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു എണ്ണ നമുക്ക് കാച്ചി തേക്കുവാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളുടെ ചൊറിച്ചിൽ മാറാനും ചിരങ്ങ് മാറാനും കുട്ടികളിലുണ്ടാകുന്ന ചിരങ്ങൊക്കെ ഉണ്ടല്ലോ അത് മാറാനും കരപ്പൻ മാറാനും ഒക്കെ വളരെ നല്ലൊരു എണ്ണയാണ് കേട്ടോ. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ ഒരു കറ പോലെ വരും, അതിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ തേക്കിൻ്റെ തളിരില മാത്രം ഈ ഒരു പാർട്ട് മാത്രം എടുക്കാൻ പാടുള്ളൂ. അതെടുത്തതിന് ശേഷം ഒരു 4-5 തളിരില എടുത്തതിന് ശേഷം ഒരു അര കപ്പ് വെളിച്ചെണ്ണയിലേക്ക് ഈ തളിരില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കാച്ചിയെടുക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു എണ്ണയാണ് കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. കരപ്പൻ മാറാനൊക്കെ ഉപയോഗിക്കുന്ന വളരെ നല്ലൊരു ഹോം റെമഡിയാണ്. അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഷുഗർ കുറയ്ക്കാൻ പറ്റിയ ഒരു ഒറ്റമൂലിയാണ് കേട്ടോ. ഇത് വേണ്ടിയിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മളുടെ മുരിങ്ങയില ഉണ്ടല്ലോ അതും മതി. പിന്നെ നമുക്ക് എടുക്കേണ്ടത് നല്ല ചൂട് ചോറാണ്. കുറച്ച് ചോറ് മതിയാകും. ഈ മുരിങ്ങയില ഒന്ന് ആ ചൂട് ചോറിലിട്ടൊന്ന് വാടുക. അതിനുശേഷം ആ ചോറ് നമുക്ക് ഈ മുരിങ്ങയിലയോടൊപ്പം കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. ഷുഗറൊക്കെ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറ് ഒരുപാട് ആവരുത്, മുരിങ്ങയില ആയിരിക്കണം കൂടുതലായിരിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഒരു അരക്കപ്പ് ചോറ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 കപ്പ് മുരിങ്ങയില ഇട്ടതിന് ശേഷം ഒന്ന് കഴിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇത് ഉണക്കി പൊടിച്ച് നമുക്ക് ഡ്രിങ്ക് ആയിട്ട് കുടിക്കാവുന്നതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കുഞ്ഞു കുട്ടികൾക്ക് വളർത്തുന്നവർക്കറിയാം പേൻ ശല്യം ഒരു സമയം വരെ നമുക്ക് വളരെയധികം നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ടല്ലേ പേന്. അപ്പോൾ അതൊക്കെ മാറ്റാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ള നാച്ചുറൽ ടിപ്പ് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് തുളസി കതിർ ഞാൻ പറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് പനിക്കൂർക്ക ഇലയുടെ ഒരു കതിർപ്പാണ്. പനിക്കൂർക്ക ഇലയും തുളസി ഇലയും ഓരോ പിടി വീതം എടുക്കുക കേട്ടോ. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കഴുകി വൃത്തിയാക്കുക. അതിനകത്ത് പ്രാണികളോ അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. ഈ ഒരു പാക്ക് നമുക്ക് തലയ്ക്ക് നല്ലൊരു തണുപ്പും തരും, നല്ലൊരു സുഗന്ധവും തരും. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയ ഒരു ഹോം റെമഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചതിന് ശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാകും കേട്ടോ. അപ്പം സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടിപ്പ് നോക്കാം. അതും നമുക്ക് പേനിനെ ഓടിക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് അതും കൂടി ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് തുളസി കതിർ തന്നെയാണ് വേണ്ടത്. തുളസി ഇല ഇതുപോലെ കുറച്ച് ഒടിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ തുളസി ഇല ഒടിച്ച് കൊടുക്കുവാണെങ്കിൽ അത് നന്നായിട്ട് പടർന്ന് വരാനായിട്ട് സഹായിക്കും. അപ്പോൾ പൂവാകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കതിരൊന്ന് നുള്ളി കൊടുക്കുവാണെങ്കിൽ നല്ല പടർത്തിയെടുക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ആ ടിപ്പൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ 2 കതിർപ്പ് തുളസി കതിരും അതുപോലെ തന്നെ നമ്മളുടെ കുരുമുളകും ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളക് ഒരിക്കലും നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാകും. തുളസി ഇലയും അതുപോലെ തന്നെ ചെയ്യാൻ പാടുള്ളേ. ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ നമുക്ക് എല്ലാ വീടുകളിലും കാണും അല്ലേ. മുടി വളരാൻ വളരെയധികം നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് വെളിച്ചെണ്ണ. പിന്നെ മുടി വളരാൻ പറ്റുന്ന കുറച്ച് നല്ല ഹെയർ പാക്കുകളും അതുപോലെ തന്നെ വീഡിയോസും ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. ഇതുപോലെ ആ ഒരു നികപ്പെ നമുക്കങ്ങ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശത്തിൽ വെച്ച് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കുക. നന്നായിട്ട് ചൂടാവണം കേട്ടോ. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ല ചൂടാവും. ആ ഒരു സമയത്തൊരു മണവും വരും. ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നമ്മളുടെ കുരുമുളകും തുളസിയിലയും കൂടെ ഒന്ന് മിക്സായി വരുന്ന ഒരു മണം വരും. ആ സമയത്ത് നമുക്ക് ആ ചൂടോടുകൂടി തന്നെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പേൻ ശല്യവും താരനും ഒക്കെ കുറയ്ക്കാൻ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ജലദോഷവും കഫക്കെട്ടൊക്കെ മാറാനും വളരെയധികം നല്ലതാണ്. പിന്നീട് നമ്മൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ളതാണ് നമ്മളുടെ തുളസിയില. തുളസിയില നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. നമ്മളുടെ
കരപ്പൻ മാറാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ജലദോഷം, ചുമ, കഫക്കെട്ട് എല്ലാത്തിനും നമ്മളിത് ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പോൾ ആ തുളസി നല്ല രീതിയിൽ ഒന്ന് നട്ടു വളർത്തി നല്ല രീതിയിൽ പടർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതുപോലെ വരുന്ന പൂക്കൾ ഒടിച്ചു കൊടുക്കുക. ആ കതിരങ്ങ് നുള്ളി കളയുമ്പോഴേക്കും നല്ല പടർന്ന് നമ്മളുടെ തുളസി കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പൂവ് നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കളയാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്നിനായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. കസ്കസൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട് ചിലവർ. അപ്പം അത് എടുക്കുന്നവർക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അല്ലാത്തവർക്ക് ഇതുപോലെ ഒടിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ തുളസി നല്ല പടർന്ന് നിൽക്കും. അതുപോലെ തന്നെ അതിൻ്റെ പച്ചിലകൾക്ക് നല്ല നിറവുമായിരിക്കും കേട്ടോ. അപ്പം വേനലൊക്കെ വരുന്ന സമയമാണെങ്കിൽ വേഗം തന്നെ തുളസി കരിഞ്ഞു പോകാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ ടിപ്പൊന്ന് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ വളർന്നു വരും. അതിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു തുളസി തൈ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം. അതുപോലെ ഇതിൻ്റെ നീര് കണ്ണിലൊസുഖമുള്ള സമയത്ത് കുറച്ച് നീര് നന്നായിട്ട് തുണിയിൽ അരിച്ചതിന് ശേഷം, നല്ല വൃത്തിയുള്ള തുണികൾ അരിച്ചതിന് ശേഷം കണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കണ്ണിൽ വേദനയൊക്കെ മാറാനും നല്ലതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കണ്ണൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഒരു തുള്ളി തുളസി ഇല നീര് മാത്രമേ ഒഴിക്കാവുള്ളൂ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് നീരിലുണ്ടാവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. വളരെ നല്ലൊരു ടിപ്പാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് മാത്രം മതി. റബ്ബർ ബാൻഡ് വെച്ച് നമുക്ക് എങ്ങനെ കുറച്ചധികം പച്ചക്കറികൾ വേഗത്തിൽ കട്ട് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചപ്പയറാണ്. കുറച്ചധികം പച്ചപ്പയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേഗത്തിൽ അരിയാൻ പറ്റുന്നൊരു ടിപ്പാണിത്. ഇങ്ങനെ വെച്ച് അരിയുന്നവർക്ക് സാധാരണ പോലെ അരിയാട്ടോ, യാതൊരു കുഴപ്പമില്ല. ഇത് വേഗത്തിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അവർക്ക് മാത്രം ഈ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പം വേഗത്തിൽ നമ്മളുടെ പയർ അരിയൽ കഴിയും. ഇത് ചെറുതായിട്ട് വേണമെങ്കിൽ നമുക്ക് തോരൻ അരിയുന്ന പോലെ അരിയാം, അല്ലാന്നുണ്ടെങ്കിൽ മെഴുക്ക് വരട്ടിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും അരിയാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇത് മുഴുവനായിട്ട് നമുക്ക് നിമിഷം കൊണ്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നമ്മളുടെ വെണ്ടയ്ക്ക കട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടിപ്പ് നോക്കി നോക്കാം. വളരെ യൂസ്ഫുൾ ആയിരിക്കുമേ. നമ്മൾ കട്ട് ചെയ്യുന്ന അനുസരിച്ച് നമ്മളുടെ റബ്ബർ ബാൻഡ് ഒന്ന് പുറകിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. അത്രയും ചെയ്താൽ മതിയാകും. നമ്മളുടെ പയറരിയൽ വളരെ സിമ്പിളായിട്ട് കഴിയും കേട്ടോ. പിന്നെ നമ്മൾ ഒടിച്ചെടുക്കുന്ന പയർ കറി വയ്ക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ കത്തിയൊന്നും തൊടാതെ കൈകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാകുന്ന പയറൊക്കെ ഒടിച്ചൊടിച്ച് നമ്മുടെ കൈകൊണ്ട് ഒടിച്ചെടുത്തിട്ട് തോരനൊക്കെ വെക്കുമ്പോഴും അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് അമ്മൂമ്മ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ കത്തി തൊടാതിരിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണെന്ന് അമ്മ പറയും. കുറച്ച് ഉള്ളിയും കുറച്ച് നമ്മളുടെ പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി ആണെങ്കിൽ അത്രയും നല്ലത്. അത് കല്ലിൽ വെച്ച് ചതച്ചിട്ട് ഈ പയറിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഉപ്പും ആവശ്യത്തിന് ചേർത്ത് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒടിച്ചെടുക്കാൻ പറ്റുന്ന പയർ നല്ല മൂക്കാത്ത പാകത്തിനുള്ള പയറാണെങ്കിലാണ് നമുക്ക് കറക്റ്റ് ഒടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ടിപ്പ് ചെയ്ത് നോക്കാം. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. ഇതിനേക്കാൾ സ്പീഡിൽ അരിഞ്ഞെടുക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ എന്നോട് ക്ഷമിക്കുക. ഞാനിതൊരു ഇൻഫർമേഷന് വേണ്ടി മാത്രം ഇട്ടൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മളുടെ പയർ ഞാൻ പറഞ്ഞില്ല, വെണ്ടയ്ക്കയും അതുപോലെ തന്നെ കോവയ്ക്കയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിതുപോലെ ഈ റബ്ബർ ബാൻഡ് മെത്തേഡിലൂടെ അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി മറ്റൊരു നല്ല ടിപ്പുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.